ഹായ്. അപ്പോ ഇന്ന് നമുക്ക് നോക്കാനുണ്ടായിരുന്ന കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 8-ലേതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് മോർണിംഗില് കറന്റ് അഫയർ ഇടാൻ പറ്റിയിരുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഞാന് പറഞ്ഞല്ലോ ഞാന് രക്ഷയുടെ ഇത് ഫോളോ ചെയ്ത് വന്നിരുന്ന ആളായിരുന്നുന്ന്. അപ്പോ സെൽഫ് സ്റ്റഡി ആയിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്താ സെൽഫ് സ്റ്റഡിക്കൊരു എന്താ പറയാ നമുക്കൊരു അധികം ഒന്നും പഠിച്ചെത്താത്തൊരു ഫീലിംഗ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തുന്നറിയോ? ഒരു ഓൺലൈൻ ആപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതും ഇതും കൂടെ മുന്നോട്ട് കൊണ്ടുപോവാന് എന്താ രണ്ടും കൂടെ കൊണ്ടുപോകാൻ കുറച്ചധികം സമയം വേണം. അപ്പൊ ക്ലാസ്സും കൂടെ ആവുമ്പോൾ നടക്കുന്നില്ല. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഇതിൽ വരും, ക്ലാസ് ഒക്കെ ഇടും. പക്ഷേ എന്താണ് ഇന്നിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ക്ലാസ് പെൻഡിങ് ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ അന്ന് ജോയിൻ ചെയ്യാൻ തോന്നിയില്ല. ഇപ്പോഴാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലാസ് പെൻഡിങ് ഉള്ളതുകൊണ്ട് അത് തീർക്കാനുള്ള തിരക്കിലായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ക്ലാസ് നടക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ ഞാൻ എന്താ ഇതുപോലെ ഇപ്പോൾ ഏകദേശം ഇപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞ സമയം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോ അതായത് കറണ്ട് അഫയർ ഡിസംബർ 8-ലെ കറണ്ട് അഫയർ ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ നോക്കാന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത നേടിയ ഇന്ത്യക്കാരൻ ആർ പ്രജ്ഞാനന്ദ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത നേടിയ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? ആർ പ്രജ്ഞാനന്ദ. T20 ഫോർമാറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം അമിത് പസിയാണ് ട്ടോ. T20 ഫോർമാറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം അമിത് പസിയാണ്. ബറോഡയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പൊ T20 ഫോർമാറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമാണ് അമിത് പസി, ബറോഡയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. ദെൻ അടുത്തത് സതേൺ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള ചാപ്റ്റർ ചെയർമാൻ. എന്താണ്? സതേൺ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള ചാപ്റ്റർ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ തോമസ് നെച്ചുപാടമാണ്. എന്ത്? സതേൺ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള ചാപ്റ്റർ ചെയർമാൻ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നാണയനിധി ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം UPI. അല്ലെ? എന്താ ഫുൾ ഫോം? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്താ പറയുന്നത്? അന്താരാഷ്ട്ര നാണയനിധി അല്ലെ എന്താണ് ലോകത്ത് ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തിരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ നേടിയത് വിരാട് കോഹ്ലിയാണ്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ നേടിയത് ആരാണ്? വിരാട് കോഹ്ലി. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റിന് യോഗ്യത നേടിയ ഇന്ത്യക്കാരനാണ് ആർ പ്രജ്ഞാനന്ദ. T20 ഫോർമാറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം അമിത് പസിയാണ്. ബറോഡയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. Then സതേൺ ഇന്ത്യ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള ചാപ്റ്റർ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ തോമസ് നെച്ചുപാടമാണ്. അന്താരാഷ്ട്ര നാണയനിധി ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായി തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ സംവിധാനം എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരങ്ങൾ നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. കിട്ടിയല്ലോ. അടുത്ത നോക്കാം. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? കണ്ണൂർ ജില്ലയാണ്. 67ാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം കണ്ണൂരിന്. വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസേഷൻ ചെയ്ത ആദ്യ ജില്ല
കാസർഗോഡാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസേഷൻ ചെയ്ത ആദ്യ ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? കാസർഗോഡാണ്. MLS കപ്പ് നേടിയത് ഇന്റർ മിയാമി. ഏതാണ്? MLS അല്ലെ? MLS കപ്പ് നേടിയത് ഇന്റർ മിയാമി. ആരാണ് MLS കപ്പ് നേടിയത്? ഇന്റർ മിയാമി. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയാണ് MLS കപ്പ് നേടിയത്. ഇന്റർ മിയാമിയാണ്. റെയിൽവേ പശ്ചാത്തലമാക്കി TD രാമകൃഷ്ണൻ രചിച്ച നോവലാണ് പച്ച മഞ്ഞ ചുവപ്പ്. എന്താണ്? റെയിൽവേ പശ്ചാത്തലമാക്കിയിട്ട് TD രാമകൃഷ്ണൻ രചിച്ച നോവലാണ് പച്ച മഞ്ഞ ചുവപ്പ്. ദെൻ 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി. ആരാണ് കല്യാൺ ചാറ്റർജി? 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. 67ാം സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കണ്ണൂരാണ്. വേദി തിരുവനന്തപുരമാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത് തിരിച്ചു കിട്ടിയ ഫോമുകൾ മുഴുവൻ ഡിജിറ്റൈസേഷൻ ചെയ്ത ആദ്യ ജില്ല കാസർഗോഡാണ്. MLS കപ്പ് നേടിയത് ഇന്റർ മിയാമി. ക്യാപ്റ്റൻ ലയണൽ മെസ്സി. റെയിൽവേ പശ്ചാത്തലമാക്കി TD രാമകൃഷ്ണൻ രചിച്ച നോവലാണ് പച്ച മഞ്ഞ ചുവപ്പ്. 2025 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബംഗാളി നടനാണ് കല്യാൺ ചാറ്റർജി എന്ന് പറയുന്നത്. അടുത്തത്, രാജ്യത്ത് ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ബാംഗ്ലൂർ വിമാനത്താവളമാണ്. രാജ്യത്ത് ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളം ബംഗളൂരു വിമാനത്താവളം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വിമാനത്താവളം എന്നൂടെ പറയാം. രാജ്യത്ത് ആദ്യമായി വീൽ ചെയർ ആവശ്യമായി വരുന്ന യാത്രക്കാർക്ക് വിമാനത്തിൽ അനായാസം കയറാനും ഇറങ്ങാനുമുള്ള മൊബിലിറ്റി അസിസ്റ്റന്റ് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് ബംഗളൂരു വിമാനത്താവളം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇത് നിങ്ങൾ പഠിച്ച് എക്സാം എഴുതിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എക്സാം എഴുതാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.